കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർധനയിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത. ഒരു വർഷത്തിലധികമായി യോഗം ചേരാത്ത കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ അലംഭാവമാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്ന് സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നേരിട്ടിടപെട്ട് വിമാന നിരക്ക് ഏകീകരിക്കണം, അല്ലെങ്കിൽ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറക്കാൻ അനുമതി നൽകണമെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ടിക്കറ്റ് നിരക്ക് കുറച്ചില്ലെങ്കിൽ പുറപ്പെടൽ കേന്ദ്രം മാറ്റി നൽകാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് ഈ വിഷയത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടതും ഹാജിമാരുടെ സൗകര്യത്തിന് വേണ്ട സംവിധാനങ്ങൾ എടുക്കേണ്ടത്. ഇതുവരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഒരു വർഷത്തിലധികമായി ചേർന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കി സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകം മൈനോറിറ്റി അഫയേഴ്സിൻ്റെ കീഴിൽ ഈ കാര്യം നേരിട്ട് കൈകാര്യം ചെയ്യണം. വിമാനങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ ഈ ഹജ്ജിൻ്റെ സമയത്ത് പ്രത്യേക സൗകര്യം ഒരുക്കിക്കൂടാ. സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി ചേരാതെ ഈ നടപടിക്രമങ്ങൾ കേന്ദ്രം മാത്രം ചെയ്യുമ്പോൾ അതൊരു ശരിയായ ജനാധിപത്യ രീതിയല്ലല്ലോ. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഹജ്ജ് കമ്മിറ്റിയും ചെയർമാനും എക്സിക്യൂട്ടീവ് ഓഫീസറും അനുബന്ധ സംവിധാനങ്ങളും ബോംബെ ഓഫീസും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഒരു മിനിസ്ട്രി നേരിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ ഹജ്ജ് കമ്മിറ്റി എന്തിനാണ്? ഏത് വിമാനമാണെങ്കിലും ശരി, ചെറുതാവട്ടെ വലുതാവട്ടെ, നെടുമ്പാശ്ശേരിയിലും അതുപോലെ കണ്ണൂരിലും എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളുടെ ഇരട്ടി തുക കാലിയേറ്റ് കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതൊരു വിവേചനമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണോ? മുബഷീറിന്റെ വിവരങ്ങളുമായി. മുബഷീർ, ഈ ഹജ്ജ് കമ്മിറ്റി തന്നെ വേണ്ട എന്നുള്ള അഭിപ്രായമാണോ സമസ്തയ്ക്ക്? സ്മൃതി, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഒരു കാലം വരെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ നിർജീവമാണ്. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ കാരണമെന്നാണ് സമസ്ത ചൂണ്ടിക്കാട്ടുന്നത്. SYS നേതാവായ അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം ഈ ഒരു കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് തീർത്ഥാടനത്തിന്റെ നിരക്ക് വർധനയ്ക്ക് ഒരു പരിഹാരമായി 3 കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിലൊന്ന് ഇത്തരത്തിൽ വിമാന നിരക്ക് ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കേന്ദ്രം കടക്കണമെന്നുള്ളതാണ്. ഇതിൽ സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കാം, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കാം, ഇത്തരത്തിൽ പുറപ്പെടൽ കേന്ദ്രം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊരു അഭ്യർത്ഥന നടത്താം. കൂടാതെ ബാക്കിയുള്ള പുറപ്പെടൽ കേന്ദ്രങ്ങൾ, അതായത് കണ്ണൂരാണെങ്കിലും നെടുമ്പാശ്ശേരി ആണെങ്കിലും ഇത്തരത്തിൽ അനുവദിക്കുന്ന തുക, സമാനമായ തുകയിലുള്ള ഒരു വിമാന സർവീസ് കരിപ്പൂരിലും അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു അഭ്യർത്ഥന കേന്ദ്രത്തോട് നടത്താം. അല്ലാതെ സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെടാൻ സാധിക്കില്ല. കേന്ദ്രമാണ് ഇതിൽ ഒരു പരിഹാര നടപടി സ്വീകരിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ടാമതായി, വലിയ വിമാന സർവീസുകൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ അനുവദിക്കുക എന്നുള്ളത്. നമുക്കറിയാം, വിമാന ദുരന്തം ഉണ്ടായതിനു ശേഷം വിമാനത്താവളത്തിൽ വലിയ വിമാന സർവീസുകൾ ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് റസയുടെ വിപുലീകരണം, അതായത് ഈ ഒരു റൺവേയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ മാത്രമേ കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാന സർവീസുകൾ സാധ്യമാകൂ എന്നാണ് വിമാനത്താവള അതോറിറ്റി അധികൃതർ പറയുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ വലിയ വിമാന സർവീസുകൾ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അതിലൊക്കെ തന്നെയാണ് തങ്ങളൊക്കെ തന്നെ ഹജ്ജ് കർമ്മം നിർവഹിച്ചിരുന്നതെന്ന് ഈ ഒരു ഹജ്ജ് മേഖലയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സമസ്തയുടെ യുവജന വിഭാഗം നേതാവും മുൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പറുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ അലംഭാവം മൂലം ഹജ്ജ് തീർത്ഥാടകർ പ്രയാസത്തിലാകുന്നുണ്ട്. സൗദിയിൽ പോയി ഇത്തരത്തിൽ അവർക്ക് താമസിക്കാനുള്ള കെട്ടിട സൗകര്യങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ടാകുമ്പോൾ അവിടെ ഈ ഒരു യാത്രക്കാർ അവിടെ എത്തി താമസ സൗകര്യം, അവർക്കുള്ള ഒരു താമസ സൗകര്യത്തിൽ വീഴ്ച സംഭവിക്കുമ്പോൾ അത് അവരുടെ കർമ്മത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. കൂടാതെ ചെറിയ വിമാന സർവീസുകളാണ് നിലവിൽ ടെൻഡർ സ്വീകരിച്ചിട്ടുള്ള എയർ ഇന്ത്യ കമ്പനിയുടെ കൈവശമുള്ളത്. ചെറിയ വിമാന സർവീസുകൾ സ്വാഭാവികമായും 37 കിലോഗ്രാം വരെ സാധനങ്ങളെ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. സൗദി എയർലൈൻസ് പോലെയുള്ള വലിയ വിമാന സർവീസുകളിൽ അതിനുതകുന്ന രീതിയിലുള്ള വസ്തുക്കൾ കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെ തന്നെ ഹജ്ജ് തീർത്ഥാടകർക്ക് തിരിച്ചടിയാണെന്നാണ് അബ്ദുസമദ് പൂക്കോട്ടൂരാണ് ഇപ്പോൾ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് നിരക്ക് ഏകീകരിക്കണം എന്നതാണ് സമസ്തയുടെ ആവശ്യം.